ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ നമുക്കറിയാം, നമുക്ക് വിപ്ലവങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. എപ്പോഴും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് വിപ്ലവങ്ങൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് ലോക ചരിത്രത്തിൽ നിന്ന് നമുക്ക് 3 പാർട്ടായിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വിപ്ലവങ്ങൾ. അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമുണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ റവല്യൂഷൻ, അതേപോലെ ചൈനീസ് വിപ്ലവം. അതിനുശേഷം രണ്ടാമത്തെ സെക്ഷനായിട്ട് നമുക്ക് 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള ഫാസിസം, നാസിസം, ആ ഒരു സെക്ഷൻ വരുന്നുണ്ട്. 3-ാമത്തെ സെക്ഷനായിട്ടാണ് നമുക്ക് UN, ഐക്യരാഷ്ട്ര സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ലോക ചരിത്രം എന്നുള്ളതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. എന്താണ്, വിപ്ലവങ്ങളുമായി റിലേറ്റ് ചെയ്ത് അതിൽ എല്ലാ വിപ്ലവങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 55ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2025 ചോദിച്ച ക്വസ്റ്റ്യൻസ്, 24 ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതേപോലെ പിന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന, റെയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 55 ക്വസ്റ്റ്യൻ ഒന്ന് കവർ ചെയ്യുന്നതിലൂടെ ഇതൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഉൾപ്പെടുത്താതെ ഒരു സെലക്റ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വിക്ക് റിവിഷൻ പോലെ നമുക്കൊരു ക്ലാസ് കണ്ട്, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാത്ത, ഇപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ കയറി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നല്ല വൃത്തിയായിട്ട് ക്ലാസ് ഒന്ന് കയറി കാണുക. ഫ്രഞ്ച് റവല്യൂഷൻ, നമ്മൾ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയാണ് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്. അത് ഓൾറെഡി ന്യൂ SCERT എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതവിടെ കിട്ടും. ആ ക്ലാസ് ഒന്ന് കയറി കണ്ടു നോക്കുക. അതേപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കയറി ഒന്ന് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു, നോക്കിക്കേ. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 50/2025. സ്റ്റാമ്പ് ആക്ട്, ടൗൺഷെൻഡ് ആക്ട് ആക്ട് വെയർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. സ്റ്റാമ്പ് ആക്ടും ടൗൺഷെൻഡ് ആക്ടും ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്? 1765 സ്റ്റാമ്പ് ആക്ട് വരുന്നത്. ടൗൺഷെൻഡ് ആക്ട് എന്ന് പറയുന്നത് 1767 ടൗൺഷെൻഡ് ആക്ട് വരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ മറ്റു കുറച്ച് ഇതിന്റെ ഈ സ്റ്റാമ്പ് ആക്ടിന്റെ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ. ഇനി അത് ചോദിക്കുന്നതാണ് ടി ആക്ട്. ടി ആക്ട് ഏത് വർഷമാണെന്ന് ചോദിക്കുന്നുണ്ട്. 1773 ടി ആക്ട് വരുന്നത്. അതേപോലെ മറ്റൊന്നാണ് കറൻസി നിയമം. കറൻസി നിയമം എന്താണ്? അതും 1764. പിന്നെയുള്ളത് പഞ്ചസാര നിയമം. പഞ്ചസാര നിയമം വരുന്നത് 1764. പിന്നെ വരുന്നത് സ്റ്റാമ്പ് ആക്ട്, ഈ പറയുന്ന ടൗൺഷെൻഡ് ആക്ട് ആണ്. ഇതെല്ലാം എന്താണ്, അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വിപ്ലവം ഉണ്ടാകാനുള്ള സമരത്തിലേക്ക് നയിച്ച കുറെ എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ നയങ്ങളായിരുന്നു ഈ പറയുന്ന ടി ആക്ടും, സ്റ്റാമ്പ് ആക്ട്, ടൗൺഷെൻഡ് ആക്ട്, കറൻസി ആക്ട് ഒക്കെ. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്താണ് അമേരിക്കൻ വിപ്ലവമായിട്ട് മറ്റു പറയാനുള്ളത്? അതായത് നമ്മുടെ ഏകദേശം 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. ഇപ്പൊ പറയുമ്പോൾ 1767 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയും ഇത് ഏത് നൂറ്റാണ്ടാണ്. അതായത് നൂറ്റാണ്ട് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ 2 എന്ത് ചെയ്യുക, +1 ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഏതാണ്? 18-ാം നൂറ്റാണ്ടാണ്. നമുക്ക് ഇപ്പോഴത്തെ വർഷം ഏതാണ്? 2025. ആദ്യത്തെ 2 എന്ന് പറയുമ്പോൾ 20, അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 21. 21-ാം നൂറ്റാണ്ട്. 1675 ഏത് നൂറ്റാണ്ടാന്ന് ചോദിച്ചാൽ എത്രയാണ്? ആദ്യത്തെ 2 എന്ത് ചെയ്യണം? +1 ആഡ് ചെയ്യണം. 17-ാം നൂറ്റാണ്ട്. ഇങ്ങനെയാണ് നൂറ്റാണ്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ഏകദേശം 13 കോളനികൾ സ്ഥാപിക്കും. ഈ 13 കോളനികളും അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തുന്നതാണ് എന്ത്, ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കുറച്ച് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് ഏത് ആക്ടുമായിട്ട്, ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ആരാണത് പറഞ്ഞത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസിന്റെ ഒരു പ്രശസ്തമായ കോട്ടിംഗ് ആണ്, മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി.
ബോസൺ ടീ പാർട്ടി എന്തായിരുന്നു സംഭവം വരുന്നത്? അതായത് അത് ബോസൺ ടീ പാർട്ടിയുടെ വർഷം പഠിക്കണേ, അതാണ് ചോദിക്കാറ്, മിക്കപ്പോഴും ചോദിക്കുന്നത്. 1773 ബോസൺ ടീ പാർട്ടി. അതായത് എന്താണ്, ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്ക് മേൽ ഉയർന്ന നികുതി ചുമത്തും. അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്ന് എന്താണ് 342ഓളം തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് എന്തെന്നറിയപ്പെടുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതാണ്, 1773 ഡിസംബർ 16 നടന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു മറ്റൊരു ഇതാണ് 1773 2023 വന്നപ്പോഴേക്കും അതിന്റെ 250 വാർഷികം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. 250 വാർഷികം. അപ്പൊ അതൊരു കറണ്ട് അഫെയറിലും കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് എന്താണ് കോൺഗ്രസ് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയും. അതും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. അതിന്റെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയ. 1ഉം 2ഉം ഉണ്ട്. 2ഉം നടന്ന സ്ഥലം എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. അതിൽ ഒന്നാമത്തെ സമ്മേളനം നടന്നത് 1774 രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1775 പിന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ഒരു കോളനി ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് എന്ത്? ജോർജിയ. അതായത് നമ്മൾ പറഞ്ഞു 13 കോളനികളാണ് നമ്മുടെ ബ്രിട്ടൻ അവിടെ എന്ത് ചെയ്യുന്നത്, വടക്കേ അമേരിക്കയിൽ സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഈ പറയുന്ന 13 കോളനികളിൽ 12 പേരും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ പങ്കെടുക്കാതിരുന്ന ഒരു കോളനിയാണ് ജോർജിയ. അപ്പൊ ബാക്കി 12ന്റെയും പേര് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ ജോർജിയ എന്നൊരു പേര് പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി അതേപോലെ തന്നെ എന്താണ് ഈ ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച എന്നാണ്? അത് 1781 ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത്. അതിന് അനുവദിക്കുന്ന ഒരു സന്ധി ഉണ്ട്. അതെന്താണ്? പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി ഏത് വർഷമാണ്? 1783 പാരീസ് ഉടമ്പടി. ഇമ്പോർട്ടന്റ് ആണ്. അതായത് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും കൂടി ഒപ്പുവെക്കുന്ന ഒരു സന്ധിയാണ് എന്ത്? പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. 1783 ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട്. പിന്നെ കുറച്ച് കോട്ടിങ്സും കൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ പറയാനായിട്ട്. അത് നമുക്ക് വരുന്ന വഴിക്ക് പറയാം. കാര്യം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. അതേപോലെ മെർക്കന്റലിസ്റ്റ് ലോയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പതിയെ പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പൊ പറഞ്ഞാണ് അല്ലെ, ഏതാണ് ബോസ്റ്റൺ ടീ പാർട്ടി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ചക്രവർത്തി ആരാണ്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് അത് നെപ്പോളിയൻ ആണ്. ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ഏത് വർഷമാണ്? 1799 നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നമുക്ക് നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് 1759 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് സിങ്കിങ് ഫണ്ട്. അത് ചോദിക്കുന്നതാണ്. സിങ്കിങ് ഫണ്ട് എന്നൊരു ആശയം, സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച ആ ഒരു ആശയം കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണത്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അദ്ദേഹത്തെ തോൽപ്പിച്ചൊരു യുദ്ധമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, വാട്ടർലൂ യുദ്ധം. ചോദിക്കുന്നത് നെപ്പോളിയനെ തോൽപ്പിച്ച യുദ്ധം എന്താ, അല്ലെങ്കിൽ നെപ്പോളിയൻ തോറ്റ് പിന്മാറിയ ആ ഒരു യുദ്ധം ഏതാണെന്ന്. വാട്ടർലൂ യുദ്ധം ഏതാണ്? 1815 ആർതർ വെല്ലസ്ലി ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ഇതിന്റെ തലവൻ എന്ന് പറയുന്നത്, സൈന്യത്തലവനായിട്ട് വരുന്നത്. ഇനി എന്താണ് ലൂയി 14? അദ്ദേഹത്തിന്റെ മെയിൻ ആയ കോട്ടിങ് എന്താണ്? ഞാനാണ് രാഷ്ട്രം. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ഇതൊക്കെ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ലൂയി 15 എന്താണ് പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു. എനിക്ക് ശേഷം എന്ത് സംഭവിക്കും? പ്രളയമാണെന്ന് പറഞ്ഞു. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് വിപ്ലവം.
ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. നെപ്പോളിയൻ തന്നെയാണ് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനും എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്നും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എവിടെയാണ്? ഫ്രഞ്ച് വിപ്ലവം. നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ക്ലാസ്സുകൾ എടുത്തപ്പോൾ പറഞ്ഞതാണ് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതേപോലെ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കൊരു ഇത് വേണമെന്നും പറഞ്ഞ് അവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ പോയി പ്രതിജ്ഞ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ക്ലാസ്സിൽ ആ കഥ മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവമാണ് എന്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ടത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. ഇവിടെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലാന്ന് നമുക്കറിയാം. കാര്യം എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 2 ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തു. ബാക്കി നമുക്ക് നോക്കാം. 1, 3, 4, 3, 4. ഈ പറയുന്ന മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതായത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ടൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല വിശദമായിട്ട് ഞാനതിൽ പറയുന്നുണ്ട് എന്താണ് മെർക്കന്റിലിസ്റ്റ് നിയമമെന്നും എന്തൊക്കെയായിരുന്നു ആ നിയമങ്ങൾ എന്നൊക്കെ. അതായത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ നിയമങ്ങളൊക്കെ തന്നിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നമ്മൾ പറഞ്ഞു. 2 കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ചേർന്നു 1774, 75. പിന്നെ പാരീസ് ഉടമ്പടി അവസാനം എന്താണ്? ഇംഗ്ലണ്ട് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സന്ധിയാണ് പാരീസ് ഉടമ്പടി 1783 പറഞ്ഞു. അപ്പൊ ഏതാണ്? 1, 3, 4 ഇത് 3 എന്താണ്? നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ആണ് ഫ്രാൻസ്. ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ 3 എസ്റ്റേറ്റുകളായിരുന്നു. 1ാമത്തെ എസ്റ്റേറ്റിലാണ് പുരോഹിതർ, 2ാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാർ, 3ാമത്തെ എസ്റ്റേറ്റിലെ മധ്യവർഗവും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് പറയുന്ന കൃഷിക്കാര്, അങ്ങനെ അതും ക്ലാസ്സിൽ പറയുന്നുണ്ട്. മധ്യവർഗമായിട്ട് വരുന്നത് ആരൊക്കെയായിരുന്നു? ബാങ്കർമാര്, എഴുത്തുകാര്, അഭിഭാഷകരൊക്കെ എവിടെയായിരുന്നു? മധ്യവർഗത്തിൽ വരുന്നതാണ്. ഈ പറയുന്ന പ്രഭുക്കന്മാർ എവിടെയാണ്? ഇത് സെക്കൻഡ് എസ്റ്റേറ്റിലാണ് പ്രഭുക്കന്മാർ വരുന്നത്. അപ്പൊ ഫ്രാൻസിലുണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ആരൊക്കെ വരും? ബാങ്കർ, എഴുത്തുകാര്, അഭിഭാഷകര്. 1, 3, 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇവരൊക്കെയായിരുന്നു മധ്യവർഗം. അതായത് 3ാമത്തെ എസ്റ്റേറ്റിൽ തന്നെ 2 സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് മധ്യവർഗം. ആ മധ്യവർഗത്തിൽ പെടുന്നതാണ് ഈ കൂട്ടരെല്ലാം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. 1628 ഇത് ഒപ്പുവെക്കുന്നത്. ആരൊക്കെയാണ്? ചാൾസ് 1 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നത്. ആരാണ്? ചാൾസ് 1. ഓക്കെ. അതേപോലെ തന്നെ ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം. പഠിക്കേണ്ടതാണ് രക്തരഹിത വിപ്ലവം. അതേപോലെ മഹത്തായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നു, ഗ്ലോറിയസ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ വിപ്ലവമായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു യുദ്ധമാണ് ശതവത്സര യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഏകദേശം 1337 മുതൽ 1453 വരെ ഇത്രയും വർഷം നീണ്ടു നിന്നതായിരുന്നു എന്ത്? ശതവത്സര യുദ്ധം. അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ചാൾസ് 1 ഒപ്പുവെച്ചതാണ്. എവിടെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരൊക്കെയാണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു? വില്യം III അതേപോലെ മേരി II ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വില്യം III അവകാശ പത്രിക, അതാണ് കേട്ടോ എന്റെ മലയാളം പറയുന്നത്. അവകാശ നിയമം അഥവാ അവകാശ പത്രികയിൽ ഒപ്പുവെച്ചത് വില്യം III മേരി II കൂടി ചേർന്നാണ്. ഇത് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജാവ് ആരെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? അത് ജെയിംസ് II ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കുന്നത്.
ഓപ്ഷൻ എ ജെയിംസ് സെക്കൻഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി. കണ്ടോ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എവിടെയാണ്, ആരാണ്? ഫിലാഡൽഫിയാണ്, ജോർജിയാണ്. ഫിലാഡൽഫിയയിലാണ് എന്ത് നടക്കുന്നത്? കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ 1774 അതേപോലെ 1775 എന്ത് നടക്കുന്നത്? കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിൽ പങ്കെടുക്കാതിരുന്ന അമേരിക്കൻ കോളനിയാണ് ഏത്? ജോർജിയ എന്ന് പറയുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഏതാണ് വർഷം? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? തോമസ് പെയിൻ. ഇദ്ദേഹമാണ് പറയുന്നത് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നത് ഈ പറയുന്ന തോമസ് പെയിൻ ആണ്. കോട്ടിംഗ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിനെയാണ് പറയുന്നത്, ഈ വൻകര, ഏത് വൻകര? നമ്മുടെ വടക്കേ അമേരിക്ക, ദീർഘകാലം കീഴടങ്ങി കഴിയുക എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നതാണ് തോമസ് പെയിൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലഘുലേഖനമാണ് എന്ത്? കോമൺ സെൻസ് എന്ന് പറയുന്നത്. അത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? ഏതാണ്? അത് നമ്മുടെ അമേരിക്കൻ റവല്യൂഷന്റെ സമയത്ത് വന്നതാണ്. എന്താണ് പറയുന്നത്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. അത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടീസ് പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ, അതിനെ ലോക്ക് ചെയ്യാണെന്ന് ഓർത്താൽ മതി. ആര് പറഞ്ഞതാണ്? അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാണ് ജോൺ ലോക്കാണെന്ന് അങ്ങനെ പറഞ്ഞത്. ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടതാണ് ജോൺ ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 ആയിരുന്നു. ആണോ? ലൂയിസ് 14 അല്ല, ലൂയിസ് 16 ആയിരുന്നു. ഇതൊന്ന് തിരിച്ചിട്ടാ മതി. ലൂയിസ് 16 ആയിരുന്നു. ഒന്ന് തെറ്റാണ്, ജസ്റ്റ് ഒരു മിസ്റ്റേക്കാ തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണമെന്നില്ല. ലൂയിസ് 16 ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണ് അല്ലേ. ഇനി എന്താണ് പറയുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അത് ഏത് വിപ്ലവമാണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ജെയിംസ് ഓട്ടിസ് നൽകിയ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് എന്നിവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചവരാണ്. ആണ് കേട്ടോ, നമുക്ക് പഠിക്കാനുണ്ട്. ആരൊക്കെയാണ്? റൂസോ, മൊണ്ടസ്ക്യൂ, അതേപോലെ തന്നെ ജോൺ ലോക്ക്. ഇവരൊക്കെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച്, അതേപോലെ വോൾട്ടെയറും കൂടിയുണ്ട്, കുറച്ച് തത്വചിന്തകരായിരുന്നു ഇവര്. അപ്പൊ ഏതൊക്കെയാണ്? യോജിക്കാത്ത പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. 1 യോജിക്കുന്നില്ല, 3 യോജിക്കുന്നില്ല. ആൻസർ ഇതുവരെ ഓപ്ഷൻ ബി 1, 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 നെപ്പോളിയന്റെ പതനത്തിന് ഇടയാക്കിയത് വാട്ടർലൂ യുദ്ധം നടന്നത് 1818. അപ്പൊ നോക്കിക്കേ, 1818 അല്ല, 1815 വാട്ടർലൂ യുദ്ധം. അപ്പൊ ഇത് തെറ്റാണ്. വേറെ 1 തെറ്റ് 2 തെറ്റെന്നല്ല, ഏതോ ഒരെണ്ണം തെറ്റെന്നേ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ബാക്കി പഠിച്ചു വെച്ചേക്ക. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. നെപ്പോളിയന്റെ പതനം, വാട്ടർലൂ യുദ്ധം 1815. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം 1917.
ആൻസർ ഏതാണ്? നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 അല്ല, അത് 15 റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തിന് എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം അറിയപ്പെട്ട പേരാണ് കുലാക്കുകൾ. എന്താണ്? കുലാക്കുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബ്ലഡി സൺഡേ. ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അല്ലെ, നമ്മുടെ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. അതായത് നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുരോഹിതൻ, അതാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഫാദർ ഗപ്പോണിന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടത്തുന്നുണ്ട്. ആ പ്രകടനത്തിന് നേരെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യൻ പട്ടാള വെടിവെച്ച് ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. അതിനെയാണ് ബ്ലഡി സൺഡേ, രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ഇത് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡ്യൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? റഷ്യൻ നിയമനിർമ്മാണ സഭയുടെ പേരാണ് ഡ്യൂമ എന്ന് പറയുന്നത്. ബാസ്റ്റിൽ ജയിലിന്റെ പതനം, ഇത് നമ്മൾ എന്തുമായിട്ടാണ് പഠിക്കുന്നത്? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് ബാസ്റ്റിൽ ജയിലിന്റെ പതനം. ഓക്കെ, ഇനി യുദ്ധകാല കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലെനിൻ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് യുദ്ധകാല കമ്മ്യൂണിസം, അതേപോലെ പുത്തൻ സാമ്പത്തിക നിയമമൊക്കെ. നമ്മുടെ ആ ഒരു സമയത്ത്, വിപ്ലവം നടക്കുന്ന സമയത്ത്, നമ്മുടെ റഷ്യയിൽ ഒരു പുതിയതായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വരുന്നുണ്ട്. ആ ഒരു പാർട്ടി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഓക്കെ, രണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് വരുന്നത് മെൻഷെവിക്കും, രണ്ടാമത്തത് ബോൾഷെവിക്കുമാണ്. ഈ മെൻഷെവിക്കിന്റെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയും. അലക്സാണ്ടർ ആരാണ്? ഒരു ആണായിരുന്നു, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. മെൻഷെവിക്കിന്റെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷെവിക്കിന്റെ നേതാവാണ് ആര്? ലെനിനുമുണ്ട്, അതേപോലെ തന്നെ ട്രോട്സ്കി. ഇവർ രണ്ടുപേരുമായിരുന്നു ബോൾഷെവിക്കിന്റെ നേതൃത്വത്തിൽ. ഈ പറയുന്ന ലെനിനാണ് ഈ പറയുന്ന യുദ്ധകാല കമ്മ്യൂണിസം, അതേപോലെ പുത്തൻ സാമ്പത്തിക നയം എന്നിങ്ങനെ ആശയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ പറയുന്ന ആരാണ്? നമ്മുടെ ലെനിനാണ്. അപ്പൊ അതാണ് ഈ യുദ്ധകാല കമ്മ്യൂണിസം. അപ്പൊ ബാസിൽ ജയിലിന്റെ പതനമാണ് ഇക്കൂട്ടത്തിൽ ബന്ധമില്ലാത്തത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂഷിത ഞായറാഴ്ച, ബോക്സർ കലാപം, ഇവയിൽ രക്തരൂഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ശരിക്കും ഇത്രയേ ക്വസ്റ്റിന്റെ ആവശ്യമുള്ളൂ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. രക്തരൂഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത്രയും ക്വസ്റ്റ്യൻ തരണല്ലോ. പക്ഷെ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ ഇത്രയും ടോപ്പിക് തന്നിരിക്കുന്ന, ഇത്രയും വായിച്ചും കൂടി നമ്മുടെ സമയം പോകണമല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറയുക? രക്തരൂഷിതമായ ഞായറാഴ്ച ഏതാണ്? റഷ്യൻ വിപ്ലവമായിട്ടാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്ക് പറഞ്ഞതാണ് അല്ലെ, ഫ്രഞ്ച് വിപ്ലവം. അതേപോലെ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവം, ബോക്സർ കലാപം ചൈനീസ് റവല്യൂഷൻ ആണ് ബോക്സർ കലാപം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. അപ്പൊ നമുക്ക് വേണ്ടത് തെറ്റാണ് വേണ്ടത്. 1936 മാവോ സേ തുങ് ലോങ് മാർച്ച് നടത്തി. അപ്പൊ ലോങ് മാർച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ആര് നടത്തുന്നതാണ്? മാവോ സേ തുങ് നടത്തുന്നതാണ് ഈ പറയുന്ന ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അത് പക്ഷേ വർഷം 1936 അല്ല, 1934 എന്ത് പറയുന്നത്? ലോങ് മാർച്ച് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഇത് തെറ്റാണ്. ഒന്ന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. നേരെ പോവുക, ഒന്നുള്ളത് നിർത്തുക, ബാക്കിയുള്ളത് അങ്ങ് കട്ട് ചെയ്തേക്കുക. ബാക്കി ഓപ്ഷൻ എന്താണ്? ഒന്നുകിൽ 1ഉം 2ഉം, അല്ലെങ്കിൽ എന്താണ് 1ഉം 3ഉം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് 4 ശരിയാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് നോക്കാം. ഡോക്ടർ സൺ യാറ്റ് സെൻ 1911 വിപ്ലവം നയിച്ചു. ഓക്കെ, അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 1911 വിപ്ലവം നയിക്കുന്നത് ഡോക്ടർ സൺ യാറ്റ് സെൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? 1927 എന്ത് വരുന്നത്? ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അത് 27 അല്ല, 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനകളാണ്. 1ഉം 3ഉമാണ് നമുക്കിവിടെ തെറ്റായിട്ട് വരേണ്ടത്. ഈ മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിലൊരു സേനയുണ്ട്, അതിന്റെ പേരാണ് എന്ത്? ചുവപ്പ് സേന കേട്ടോ. ചുവപ്പ് സേന മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ വരുന്നതാണ്. അതേപോലെ ചൈനീസ് നമ്മുടെ റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം, ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1912 ചൈനീസ് റിപ്പബ്ലിക് വരുന്നത്.
അതേപോലെ തന്നെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നത് 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നത്. ആ 1949 ഒക്ടോബർ 1 എന്ത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1. ഓക്കെ, അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു പേരാണ് എന്താ, ഈ ചൈനീസ് വിപ്ലവമായിട്ട് നമുക്ക് പഠിക്കേണ്ട നമ്മൾ ബുർബൻ രാജവംശം പഠിച്ചില്ലേ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഇവിടെ പഠിക്കേണ്ടതാണ് മഞ്ചു രാജവംശം. അതായത് നമ്മുടെ ഈ പറയുന്ന എന്താണ് ചൈനയിൽ നിലനിന്നിരുന്നാണ് ഈ മഞ്ചു രാജവംശം എന്ന് പറയുന്നത്. ശരിക്കും അതിനെതിരെയാണ് ഈ പറയുന്ന സൺയാച്ചൻ 1911 വിപ്ലവം നടത്തുന്നത്. അപ്പൊ ഈ പറയുന്ന മഞ്ചു രാജവംശത്തിനെതിരെയാണ് സൺയാച്ചന്റെ വിപ്ലവം വരുന്നത്. അതേപോലെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പാർട്ടിയായിരുന്നു എന്ത്, കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത്. ഈ പറയുന്ന മഞ്ചു രാജവംശത്തിന് ഈ അധികാരം നഷ്ടപ്പെടാനുള്ള കാരണമൊക്കെ എന്തായിരുന്നു, ഈ 11 ഈ നമ്മുടെ ചൈനീസ് വിപ്ലവമായിരുന്നു. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതിന് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സൺയാച്ചൻ അവതരിപ്പിച്ച 3 തത്വങ്ങൾ എന്ന് പറയുന്നത്. 3 പ്രിൻസിപ്പിൾസ് എന്ന് പറയും. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ദേശീയത. ഇതിങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏതെങ്കിലും 4 താഴെ തന്നിരിക്കുന്നവയിൽ സന്യാസന്റെ എന്താണ് അവതരിപ്പിച്ച 3 തത്വങ്ങളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പെടുന്നത് ഏതെന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ദേശീയത, അതേപോലെ തന്നെ ജനാധിപത്യം, മൂന്നാമത്തതാണ് സോഷ്യലിസം. ഇത് 3ഉമായിരുന്നു സന്യാസന്റെ 3 തത്വങ്ങൾ എന്ന് പറയുന്നത്. ദേശീയത എന്ന് പറയുമ്പോൾ എന്താണ്, മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, അതായിരുന്നു ദേശീയത കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താണ്, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത്. സോഷ്യലിസം എന്താണ്, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യലിസം എന്ന് പറയുന്ന തത്വം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സൺയാച്ചന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത്, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞാണല്ലേ എന്തൊക്കെയാണ്, ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. നമുക്ക് വേണ്ടത് ബാധകമല്ലാത്തതാണ്. അപ്പൊ ഏതാണ്, സമഗ്രാധിപത്യം. അതായത് ഓപ്ഷൻ ഡി 2 മാത്രമാണ് ഇവിടെ ബാധകമല്ലാത്തതായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിൽ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷമേത്? ബോക്സർ കലാപം നടക്കുന്നത് 1900 ആണ്. 1901 ബോക്സർ കലാപം. അതായത് എന്താണ്, ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ നടത്തിയതാണ് എന്ത്, ബോക്സർ കലാപം. അതിനങ്ങനെ പേര് വരാൻ കാരണം ആ കലാപത്തിന്റെ എന്താണ് മുദ്രയായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ബോക്സർ കലാപം എന്ന് പറയുന്നത്. ബോക്സർ കലാപം നടന്ന വർഷം 1900 to 1901. 900 നമ്മൾ വർഷമായിട്ട് കറക്റ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹത്തായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം എവിടെയാണ്? മഹത്തായ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അറിയാം, ബ്രിട്ടൻ അല്ലേ. ബ്രിട്ടൻ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എവിടെയാണ് മഹത്തായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്? ഇംഗ്ലണ്ടിലാണ്. നെക്സ്റ്റ് നോക്കാം. ജോവാൻ ഓഫ് ആർക്ക് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജോവാൻ ഓഫ് ആർക്ക് ഏത് വിപ്ലവമാണ്? ശതവത്സര യുദ്ധമാണ്. ജോവാൻ ഓഫ് ആർക്ക് ശതവത്സര യുദ്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പേരാണ് എന്ത്, റാണി ലക്ഷ്മിബായി. എന്താണ് 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി ആണ്. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക്. അതേപോലെ തന്നെ കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് ആരാണ്? അത് അക്കമ്മ ചെറിയാനാണ്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. ഓക്കെ, അപ്പൊ ജോവാൻ ഓഫ് ആർക്ക് ഏത് യുദ്ധമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശതവത്സര യുദ്ധമാണ്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിന് ഈ യന്ത്രം കാരണമായിരുന്നു. ഏതായിരുന്നു ആ യന്ത്രം? ഏത് യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് വ്യാവസായിക വിപ്ലവം വരുന്നത്? അത് ആവി യന്ത്രമാണ്. ഓപ്ഷൻ സി ആവി യന്ത്രമാണ്. അതായത് 18ാം നൂറ്റാണ്ടോടു കൂടിയാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. വ്യവസായ വിപ്ലവം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇംഗ്ലണ്ടാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എവിടെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ജെയിംസ് ഓട്ടിസ് നൽകുന്ന അദ്ദേഹമാണ് ഈ പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത്.
അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടി. ഏത് വർഷം? 1783. പാരീസ് ഉടമ്പടി. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ഏത് വർഷമാണ്? 1783. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ജെയിംസ് മാഡിസൺ. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് എന്താ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിൽ നേതൃത്വം നൽകിയത്. അതേപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് എന്ത്, ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എവിടെയാണ്? അമേരിക്കയുടേതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന എവിടെയാണ്? അതും അമേരിക്കയുടേതാണ്. അമേരിക്കയിൽ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1789. ഈ വർഷങ്ങളൊക്കെ പഠിക്കണേ, എങ്ങനെ വേണമെങ്കിലും കയറി ചോദിക്കാം. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അമേരിക്കൻ വിപ്ലവം അല്ലെ. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ വിട്ടുനിന്ന കോളനി ഏതായിരുന്നു? അത് ജോർജിയാണ്. 1774 ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടക്കുന്നത്. 75 രണ്ടാം സമ്മേളനം നടക്കുന്നത്. ഒന്നിൽ വിട്ടുനിന്ന കോളനി ജോർജിയാണ്. ഈ രണ്ട് സമ്മേളനങ്ങളും നടന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഫിലാഡൽഫിയാണ്. ഫിലാഡൽഫിയ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് അത് സൈമൺ ബൊളിവർ ആണ്. സൈമൺ ബൊളിവർ. അതായത് അമേരിക്കയുടെ ഈ ലാറ്റിൻ അമേരിക്കൻ അവിടെ നമുക്ക് 3 പേരാണ് കേട്ടോ ശരിക്കും അവിടുത്തെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് സൈമൺ ബൊളിവർ, പിന്നെ ഉള്ളത് ഫ്രാൻസിസ്കോ മിറാണ്ട, പിന്നെ ജോസെ ഡി സാൻ മാർട്ടിൻ എന്നീ 3 പേരാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഈ പറയുന്ന സൈമൺ ബൊളിവർ എവിടെയൊക്കെയായിരുന്നു? സൈമൺ ബൊളിവർ നേതൃത്വം നൽകുന്നത് വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ ഒക്കെ ആയിരുന്നു സൈമൺ ബൊളിവർ. അതേപോലെ തന്നെ നമ്മുടെ ജോസെ ഡി സാൻ മാർട്ടിൻ, ഇദ്ദേഹം എവിടെയായിരുന്നു? അർജന്റീന, ചിലി ആ പ്രദേശങ്ങളിലൊക്കെയാണ് ജോസെ ഡി സാൻ മാർട്ടിൻ എന്ത് ചെയ്യുന്നത്? വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? സൈമൺ ബൊളിവർ. ഇതെല്ലാം PYQ ആണ്. സൈമൺ ബൊളിവർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാകുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ആര്? ടിപ്പു സുൽത്താൻ. നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സ്വാതന്ത്ര്യത്തിന്റെ മരം ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരിയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ആരാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ലൂയി 15. അതേപോലെ തന്നെ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പം ഞാനാണ് രാഷ്ട്രം ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് 15. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണെന്ന്? ഏതാണ് മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടത്? അത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം എന്ന് പറയുന്നത് 1789 ഓഗസ്റ്റ് 12 ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. 1789 ഓഗസ്റ്റ് 12 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? വാട്ടർലൂ യുദ്ധം. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. 1815 വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. അതിലാണ് നെപ്പോളിയൻ പരാജയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ. എന്താണ് ബ്ലഡി സൺഡേ? ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. ഏതാണ് വർഷം? റഷ്യൻ വിപ്ലവത്തിന്റെ 1917 റഷ്യൻ വിപ്ലവം. 1917. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടന. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത ചെങ്കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ്, ജനകീയ വിമോചന സേന. ഇതൊന്നുമല്ല. ഏതാണ്? ചൈനയിൽ ജനകീയ വിമോചന സേനയാണ്. ചൈന ജനകീയ വിമോചന സേന. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം എന്നാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞാണ് അല്ലെ. 1949 ചൈന എന്താകുന്നത്? ജനകീയ റിപ്പബ്ലിക്കായിട്ട് ചൈന പ്രഖ്യാപിക്കുന്നത്. 1949 ഒക്ടോബർ 1 റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരുന്നത്.
മാവോ സേതുങ് മരിച്ചത് ഏത് വർഷമാണെന്ന്? മാവോ സേതുങ് ഏത് വർഷമാണ്? 1976 അദ്ദേഹം മരിക്കുന്നത്. 1976. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? നേരത്തെ പറഞ്ഞതാണ് അല്ലെ ഈ ക്വസ്റ്റിനും. ഏതാണ്? ലോക്കാണ്, ജോൺ ലോക്ക്. ലോക്കി, അതായത് മനുഷ്യന്റെ അവകാശങ്ങളെ ലോക്ക് ചെയ്യാൻ ആർക്കും അവകാശമില്ല, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി എന്നും കൂടി പറഞ്ഞതാണ്. ജോൺ ലോക്കിൻ്റെതാണ്. മനുഷ്യന്റെ ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അത് പ്ലേറ്റോയാണ്. പ്ലേറ്റോയാണ് പ്രകാരം പറഞ്ഞത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും. 1765 ഇംഗ്ലണ്ട് നടപ്പിലാക്കിയ നിയമമാണ് 1765. അമേരിക്കൻ വിപ്ലവമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? സ്റ്റാമ്പ് ആക്ട്. 1765 സ്റ്റാമ്പ് ആക്ട്, സ്റ്റാമ്പ് നിയമം. ബൂർബൺ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിലിരുന്നത്? എവിടെയാണ് ബൂർബൺ രാജവംശം? അത് ഫ്രാൻസിലാണ്. മഞ്ജു രാജവംശം എവിടെയായിരുന്നു? അത് ചൈനയിലായിരുന്നു. 1786 പ്രഷ്യ സാക്സണിനെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നവയിൽ ഏതാണത്? സപ്തവത്സര യുദ്ധമാണ്. സപ്തവത്സര യുദ്ധം 1756 മുതൽ 1763 വരെ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും അതേപോലെ തന്നെ ഫ്രാൻസും തമ്മിലാണ്. ഇതിന് ബദലായിട്ട് നമ്മുടെ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സപ്തവത്സര യുദ്ധത്തിന്റെ നടന്ന യുദ്ധമാണ് എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധം ഇന്ത്യയിൽ ആ സമയത്ത് നടന്ന യുദ്ധമാണ്. സപ്തവത്സര യുദ്ധവുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു. 1786 മുതൽ 1763 വരെയാണ്. റഷ്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ പേരാണ് എന്ത്? ഡ്യൂമ. 1917 ഡാഷ് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി. 1917 എന്ന് കാണുമ്പോഴേ നമുക്കറിയാം അത് ഏതായിരിക്കും? അത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം. തുറന്ന വാതിൽ നയമായി മുന്നോട്ട് വന്ന രാജ്യം അത് ഏതാണ്? അമേരിക്കൻ ഐക്യനാടുകളാണ്. തുറന്ന വാതിൽ നയം ചൈനയിലെ വിപണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തുറന്ന വാതിൽ നയം കറുപ്പ് വ്യാപാരവും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അതേതാണ്? അമേരിക്കൻ ഐക്യനാടുകളാണ്. നെക്സ്റ്റ്, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോബസ്പിയർ, ജാക്കോബിൻ ക്ലബ്ബ്, അതേപോലെ ഏതാണ്? ഏപ്രിൽ തീസിസ് VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, ലോങ് മാർച്ച് മാവോ സേതുങ്. ഇവിടെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂവിന്റെ പുസ്തകമാണ്. മൊണ്ടസ്ക്യൂ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 മാത്രം. ഈ ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 11 ആണോ? അല്ല. ആരാണ്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 അപ്പൊ ഇത് ശരിയാണോ? ശരിയായ ഉത്തരമാണ് നമുക്ക് വേണ്ടത്. 1 തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. ഒന്നുള്ളതങ്ങ് ക്യാൻസൽ ചെയ്തു. 2 ശരിയാണ് അല്ലെ? 2 ശരിയാണെങ്കിൽ ഇവിടെ ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 മാത്രം ശരിയെന്നാ പറയുന്നത്. അപ്പൊ ഇതുവല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആന്റോണിറ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു മേരി ആന്റോണിറ്റ്. പുള്ളിക്കാരിയുടെ എന്താണ് ആ ഒരു മോശം ഭരണവും ഒക്കെയായിരുന്നു മെയിൻ ആയിട്ട് വിപ്ലവത്തിലേക്കും ഒക്കെ നയിച്ചത്. ഓക്കെ, മേരി ആന്റോണിറ്റ് ആണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. എന്താണ് വരേണ്ടത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? തോമസ് പെയിൻ. നമ്മൾ പറഞ്ഞു കോമൺ സെൻസ് എന്ന ലഘുലേഖ തോമസ് പെയിന്റേതാണെന്ന് പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയാൻ പറ്റുന്ന ആരാണ്? നമ്മുടെ വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ ഒക്കെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്തെ തത്വചിന്തകന്മാരാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. ലാറ്റിൻ അമേരിക്കന്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സൈമൺ ബൊളീവർ ആണ്. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ട്രോട്സ്കി ആണ്. റഷ്യൻ വിപ്ലവത്തിൽ
വിപ്ലവത്തിൽ എന്താണ് അവിടുത്തെ ആ ഒരു സോഷ്യൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താവുന്നുണ്ട്, രണ്ടായിട്ട് മെൻഷെവിക്കും ബോൾഷെവിക്കും എന്ന രണ്ട് സെക്ഷനാക്കി മാറുന്നുണ്ട്. അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കിന്റെ നേതാവ്. ബോൾഷെവിക്കിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലെനിനും ട്രോട്സ്കിയുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ റഷ്യ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ട്രോട്സ്കിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1 C ആണല്ലേ. അപ്പോൾ ബാക്കി ഇത് രണ്ടും അങ്ങ് വെട്ടിക്കും. നമുക്ക് ഇത് വെച്ച് നോക്കാം. 2 പറയുന്നത് A ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. 1 C, 2 A, 3 D, 4 B. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷമാണ്? 1789 ആണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688, റഷ്യൻ വിപ്ലവം 1917. അതേപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യം ഏത് സമയമാണ്? 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. അപ്പൊ ഇനി ഇതിനെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ ആദ്യം വരേണ്ടത് ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1 ആദ്യം വരേണ്ടത്. ഇത് ഈ വർഷങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നതെന്ന് അറിയാം. സോ ആൻസർ ഏതായിട്ട് വരും? 2 ആദ്യം വരേണ്ടത്. അപ്പൊ ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്തു. 2 ആദ്യം. പിന്നെ റഷ്യൻ വിപ്ലവമാണ് നമ്മൾ 20ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇതാണോ? ഇത് 1ാമത് വന്നം. അതേപോലെ തന്നെ അടുത്തത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 2ാമത്, ഫ്രഞ്ച് വിപ്ലവം 3ാമത്, ഇതാണ് 4ാമതായിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് വിപ്ലവമായിട്ടാണിത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇംഗ്ലണ്ടിലെ രാജാവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതായിരുന്നു? ഗ്ലോറിയസ് റെവല്യൂഷൻ, മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ടാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കിക്കേ, വലിയൊരു ക്വസ്റ്റ്യൻ. ഇത് വായിച്ചു തന്നെ നമ്മുടെ സമയം പോകും. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് എന്താ? മെർക്കന്റിലിസം. അപ്പൊ ഇത് ശരിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടനാ പ്രകാരം പ്രഖ്യാപനം ചെയ്ത മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുന്നു. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യന്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മുടെ മനുഷ്യരെല്ലാം സ്വതന്ത്രനായി ജനിക്കുന്നു. ഇത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നെക്സ്റ്റ് ഏതാണ്? 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. 1764 പഞ്ചസാര നിയമം, 1765 സ്റ്റാമ്പ് ആക്ട്, ടൗൺഷിൻഡ് ആക്ട്, അതേപോലെ കറൻസി നിയമം എല്ലാം പറഞ്ഞതാണ്. ബ്രിട്ടീഷ് ധനകാര്യ മന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷിൻഡ് അമേരിക്കയിൽ ഇറക്കുമതി ചുങ്ക നിയമം പാസ്സാക്കി. അതാണ് നമ്മൾ ടൗൺഷിൻഡ് ആക്ട് എന്ന് പഠിക്കുന്നത്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ്? നമുക്ക് ശരിയായവയല്ലേ വേണ്ടത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1, 3, 4 എന്നിവയാണ് ശരിയായിട്ട് വരേണ്ടത്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി സൺ യാത്സെങ്, കുമിന്താങ് പാർട്ടി ശരിയാണ്. മാവോ സേതുങ്, ലോങ് മാർച്ച്, അതും ശരിയാണ്. മുസോളിനി റെഡ് ഷർട്ട്, മുസോളിനി എന്താണ്? ബ്ലാക്ക് ഷർട്ട്സ് ആണ് മുസോളിനിയുടേത്, ബ്ലാക്ക് ഷർട്ട്സ്. ഇത് എന്തായാലും തെറ്റാണ്. അപ്പൊ എന്താണ്? അപ്പൊ നമുക്കിത് വെട്ടിക്കളയാം. നമുക്ക് നോക്കാം ആൻസർ ഏതാണ്. നമുക്ക് ശരിയായ ജോഡിയല്ലേ വേണ്ടത്. അപ്പൊ ചൈനീസ് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. അതേപോലെ ബ്രൗൺ ഷർട്ട്സ് ഉണ്ട്. അത് ആരുടേതാണ്? അത് ഹിറ്റ്ലറുടേതാണ് കേട്ടോ, ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അത് ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചതിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. എനിക്ക് ശേഷം പ്രളയം, ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ലൂയി 14 പറഞ്ഞതാണ്. അപ്പൊ ഇതും ശരിയാണ്. ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 55ഓളം ക്വസ്റ്റ്യനുമായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ടോപ്പിക്, അതായത് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഈ 5 വിപ്ലവങ്ങളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടുണ്ട്.
അപ്പോൾ ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് എടുക്കുക. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ഫാസിസം, നാസിസം എന്നതാണ്. ആ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്